ഡൽഹി സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചത് ഡോക്ടർ ഒമർ നബി തന്നെയെന്ന് DNA ഫലം സ്ഥിരീകരിക്കുകയും ചെയ്തതോടുകൂടി ഫരീദാബാദ് മൊഡ്യൂളിലേക്കുള്ള അന്വേഷണം കൂടുതൽ ശക്തമായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. രാജ്യത്ത് ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടന പരമ്പരകൾക്ക് ഈ സംഘം പദ്ധതിയിട്ടതിനും തെളിവ് വന്നിരിക്കുന്നു. സ്ഫോടനത്തിൽ തകർന്ന I-20 കാറിന് പുറമെ ഫോർഡ് എക്കോസ്പോർട്ട്, ബ്രസ എന്നീ വാഹനങ്ങളും ദൗത്യത്തിനായി വാങ്ങിയെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. വൈറ്റ് കോളർ മൊഡ്യൂളിലെ ഒരു ഡോക്ടർ കൂടി പിടിയിലായിട്ടുണ്ട്. സംഘത്തിന് തുർക്കി തലസ്ഥാനത്തെ ചില ആളുകളുമായി ബന്ധമുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു. വലിയൊരു നെക്സസിനെ വലയിലാക്കിയതിന് പിന്നിൽ ശ്രീനഗർ SSP സുന്ദീപ് ചക്രവർത്തിയുടെ അന്വേഷണമാണ്. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില പോസ്റ്ററുകൾക്ക് പിന്നാലെയുള്ള അന്വേഷണമായിരുന്നു ഡോക്ടർമാരുടെ അറസ്റ്റിലേക്ക് പോയത്. അതേ ദിവസം വൈകിട്ട് തന്നെ ഇങ്ങനെയൊരു രാജ്യത്തെ നടുക്കിയ കാർ ബോംബ് സ്ഫോടനവും ഉണ്ടാകുന്നു. അപ്പോൾ അതേ മൊഡ്യൂൾ തന്നെ, ഫരീദാബാദ് മൊഡ്യൂൾ തന്നെ, ഈ ഡോക്ടർമാരുടെ സംഘം തന്നെ ഈ വൈറ്റ് കോളർ ടെററിസത്തിന് പിന്നിൽ എന്ന കാര്യത്തിലേക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. ഏറ്റവും പുതിയ തെളിവുകൾ എന്തൊക്കെയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയിട്ടുള്ളത്? മഞ്ജുഷ്, ഇപ്പോൾ ഈ ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവർക്ക് ഈ സംഘത്തിന് തുർക്കിയിലെ ചില സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടുത്തെ ഉക്കാസ എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ, ഇവർ സെഷൻസ് എന്ന് പറയുന്ന എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇവർ സംസാരിച്ചിരുന്നത്. അവിടെ ഉക്കാസ എന്ന് പറയുന്ന ഒരു കോഡ് നെയിമാണ്. ഇത് ആരാണെന്നോ ഇതിൻ്റെ ഈ കോഡ് നെയിം യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ആരാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ തുർക്കിയിൽ നിന്നുള്ള ഹാൻഡിലാണെന്നുള്ളത് ഉറപ്പാണ്. അവിടുന്ന് ഈ ഹാൻഡിലുമായിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ മുസമ്മിൽ ഗനയിലും അതുപോലെ തന്നെ ഉമർ നബിയും ഇവരുമായി സംസാരിച്ചിരുന്നു. 2022 മാർച്ചിൽ ഇവർ നേരിട്ട് തുർക്കിയിലെത്തി. ഇവരെ കണ്ടതിന് തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഈ ഉക്കാസ എന്ന് പറയുന്ന ഹാൻഡിൽ പ്രവർത്തിപ്പിക്കുന്ന ആളുകളാണ് ഇവർക്ക് സാമ്പത്തികമായി സഹായങ്ങൾ നൽകുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിഷ്വൽസ് നേരിട്ട്, അതായത് ഈ വാഹനം വരുന്നതും ഈ കാണുന്ന വാഹനമാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത്. ഇതാണ് ഉമർ നബി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം. ആ വാഹനമാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ഈ സ്ഫോടനത്തിന് തൊട്ട് മുമ്പ് ഉമർ നബി അവിടുത്തെ രാംലീല മൈതാനത്തെ മോസ്കിൽ പ്രാർത്ഥിച്ച ശേഷം ഇറങ്ങി പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഈ പ്രദേശത്ത് അവിടെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ട്രാഫിക് സിഗ്നലിൽ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തുണ്ടായ നടുക്കമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18ലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരേ സമയം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഫോടന പരമ്പരകൾ നടത്തുവാനുള്ള നീക്കമാണ് ഇവർ നടത്തിയത് എന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ. ഒരു കാർ മാത്രമല്ല, നിരവധി കാറുകൾ ഇതിനായി വാങ്ങിയിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകളും കിട്ടിയിട്ടുണ്ടല്ലോ. മെഡിക്കൽ കോളേജ് പരിസരത്ത് പാർക്ക് ചെയ്തിരുന്നത് ഒന്നിലേറെ കാറുകളായിരുന്നു. അത് ഇവരുടെ കാറുകളായിരുന്നു. അതിൽ ഒരു കാറിൽ നിന്നാണ് അന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഇതിലെല്ലാം കൃത്യമായ സൂചനകൾ വന്നു കഴിഞ്ഞല്ലോ അല്ലേ അഭിലാഷ്? അതെ, ഇപ്പോൾ ഒരു റെഡ് എക്കോസ്പോർട്ട്, ചുവന്ന നിറത്തിലുള്ള ഫോർഡിന്റെ എക്കോസ്പോർട്ട് എന്ന് പറയുന്ന വാഹനം കൂടി ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. 2017 ഈ ഉമർ നബിയുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്ത ഈ കാറും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കടത്താനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള നിർണായകമായ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ വാഹനം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. മാത്രമല്ല, ഒരു മാരുതി വിറ്റാറ ബ്രീസ കൂടി ഇവർക്ക് ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, 32ഓളം പുതിയ കാറുകൾ കൂടി ഇവർ വാങ്ങാൻ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള, നമ്മൾ ബാബ കല്യാണി എന്ന് പറയുന്ന ഒരു മലയാള സിനിമയിൽ കണ്ടതുപോലെ അതിൽ ഒരു 8ഓളം കാറുകൾ, മാരുതിയുടെ കാറുകൾ അവർ പഴയ കാറുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതേപോലെയാണ് ഇപ്പോൾ അത്തരം വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 32ഓളം കാറുകൾ വാങ്ങിച്ച് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ സ്ഫോടന പരമ്പര നടത്താനായിരുന്നു. അതും ഒരേ സമയം സ്ഫോടന പരമ്പര നടത്താനായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മാത്രമല്ല, ഡിസംബർ 6-ന് ഡൽഹിയിലെ പലയിടങ്ങളിലും സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതി ഇട്ടു എന്നും അങ്ങ് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരം വിവരങ്ങളെല്ലാം അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട്, അതായത് ഇപ്പോഴും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട സംഘാംഗങ്ങൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആക്റ്റീവ് ആണ് എന്നുള്ള ഒരു വിവരം കൂടി ഉണ്ടല്ലോ. അവരെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ കൂടിയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ നിർണായകമായത് ശ്രീനഗറിലെ
ശ്രീനഗറിലെ SSP ആയിട്ടുള്ള സുന്ദീപ് ചക്രവർത്തി നടത്തിയ ഒരു അന്വേഷണമാണ് ഒക്ടോബർ 19-ന് ശ്രീനഗറിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതും അതുമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഷോപ്പിയൻ സ്വദേശിയെ പിടികൂടുന്നത്. ഇയാളിൽ നിന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഹരിയാനയിലും UP-യിലും ചില ലിങ്കുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നതും അതുവഴി ഈ മുസമ്മിൽ ഗനയിൽ താമസിക്കുന്ന സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി നോട്ട് ബുക്കുകളും അതുപോലെ തന്നെ ഡയറികളും കിട്ടി. ഈ ഡയറിയിൽ 25ഓളം ആളുകളുടെ പേരുകൾ കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഇവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഒരുപക്ഷേ ഈ 25 പേരടക്കം ഇവരുടെ സംഘത്തിലുള്ളവരായിരിക്കാം. ഇവർ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഇവരെ ഉപയോഗിച്ചായിരിക്കാം നമ്മൾ സിനിമകളിലേക്കായിട്ടുള്ള സ്ലീപ്പർ സെൽസ് എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ളവരായിരിക്കാം. ഇവരെ ഉപയോഗിച്ചായിരിക്കാം ഇവർ രാജ്യത്ത് വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താനായിട്ട് ലക്ഷ്യമിട്ടത്. ഈ കൂട്ടത്തിലുള്ള ഒരാളെ കൂടി ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാൺപൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ആരിഫ് എന്നാണ് ഇയാളുടെ പേര്. ഇയാളെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി അറസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ NIA-യിലെ 10-അംഗ സംഘമടക്കം ഈ പിടിയിലായവരെ ജീവനോടെ പിടിയിലായവരെ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപാട് മേഖലകളിൽ ഈ ആളുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല ഈ ഷാഹിദ് എന്ന് പറയുന്ന വനിത ഈ ജമാഅത്തുൽ മുമിനാത്ത് എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സംഘടനയുടെ നേതാവെന്ന് കരുതപ്പെടുന്ന ഇവരുടെ സഹോദരനായിട്ടുള്ള പർവേസ് സയ്യിദും ഇയാളും ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന വിവരങ്ങൾ. ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുടെ സന്ദേശങ്ങൾ കേട്ടും അത് പഠിച്ചും അതിലേക്ക് ഈ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു വിവരം ലഭിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഈ ഭീകരവാദ പ്രവർത്തനം, അതായത് ഒരു വീട്ടിലെ സഹോദരനും സഹോദരിയും ഭീകരവാദ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഈ ഷാഹിദ് എന്ന് പറയുന്ന വനിത 2003-ലാണ് വിവാഹം കഴിക്കുന്നത്. 2 കുട്ടികളുണ്ട്. അവരുടെ ഭർത്താവും ഒരു ഡോക്ടറാണ്. അവർ വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യം മുന്നോട്ട് പോകുമ്പോൾ പൊടുന്നനെ 2015-ൽ ഈ ബന്ധത്തിൽ നിന്ന് വേർപിരിയണമെന്ന് ഈ വനിത തന്നെ ആവശ്യപ്പെടുകയും അങ്ങനെ ഇവർ ഡിവോഴ്സ് ആവുകയുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് ഡിവോഴ്സ് ആവശ്യപ്പെട്ടതെന്നുള്ള കാര്യം ഇപ്പോഴും തനിക്കറിയില്ല എന്നുള്ളതാണ് ഷാഹിദയുടെ മുൻ ഭർത്താവ് പറയുന്നത്. എന്തായാലും ഈ സംഭവം ഒരു ചെയിനാണ്. അതായത് 2020 മുതൽ തന്നെ ഈ ഡോക്ടർ ഉമർ നബിയും മുസമ്മിൽ ഗനയിലും അടക്കമുള്ള ആളുകൾ അനന്തനാഗിലെ ആശുപത്രിയിൽ ജോലി ചെയ്ത് വരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് ആകർഷകരാവുകയും അതുവഴി മുന്നോട്ട് പോവുകയുമായിരുന്നു. ഇവരെ എല്ലാം കോർത്തിണക്കിയത് രാജ്യത്തിനകത്ത് ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഇമാമാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇവർക്ക് സഹായം വരുന്നത് ഉക്കാസ എന്നുള്ള പേരിലുള്ള ഹാൻഡിലുള്ള തുർക്കിയിലെ പ്രധാനപ്പെട്ട ഒരു ഹാൻഡിൽ നിന്നാണ്. മാത്രമല്ല ഇവർ സെഷൻസ് എന്ന് പറയുന്ന ഒരു സമൂഹ മാധ്യമം ഉപയോഗിക്കുന്നുണ്ട്, സിഗ്നൽ എന്ന് പറയുന്ന മറ്റൊരു സമൂഹ മാധ്യമം ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ സോഫ്റ്റ്വെയറുകളിലൂടെ മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നു. അതീവ സുരക്ഷാ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ രാജ്യത്ത് പലയിടങ്ങളിലുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളെ തങ്ങളുടെ കൂടെ ചേർത്തുകൊണ്ട് രാജ്യത്ത് വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. ശരിയാണ് അഭിലാഷ്. എന്തായാലും വലിയൊരു പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തിരുന്നത്. ഇവരിൽ 6 ഡോക്ടർമാരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്ററുകൾ ശ്രീനഗറിൽ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീനഗർ പോലീസ് ആദ്യം ഒരു ഡോക്ടറെ പിടികൂടുന്നത്. അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച മറ്റൊരു ഡോക്ടർ കൂടി അറസ്റ്റിലാകുന്നു. ഫരീദാബാദിൽ നിന്ന് അതേ ദിവസം വൈകിട്ടാണ് ചെങ്കോട്ടയ്ക്ക് സമീപം ഒമർ നബി ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയത്. ഒമർ നബി തന്നെയാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാൾ. ആ കാറിലുണ്ടായിരുന്നയാൾ ഒമർ നബിയാണ് എന്നുള്ള കാര്യം DNA പരിശോധനയിലും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതിനിടെ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ആകെ അറസ്റ്റിലായ ഡോക്ടർമാരുടെ എണ്ണം 6 ഉയർന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഓഗസ്റ്റിലും ഒരു സ്ഫോടനം നടത്തുവാൻ ആസൂത്രണം ചെയ്തിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതിനുശേഷം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ വാർഷികത്തിൽ ഈ വരുന്ന ഡിസംബർ 6-ാം തീയതി സ്ഫോടനം നടത്തുവാനുള്ള ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി വരികയാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിനം വരുന്ന ഡിസംബർ 6-ന് ഡോക്ടർമാരുടെ സംഘം രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും വിവരം വന്നിരിക്കുകയാണ്. 2 പേരടങ്ങുന്ന 4 ഗ്രൂപ്പായി സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഈ പദ്ധതി.